bright. Today's the day we've dreamed of just right. Together we walk this path with grace. Our love shines brightly on this special place. It's a beautiful day, our hearts intertwine. A moment so perfect, with you it's divine. In this world nothing feels more right. Today I celebrate our love in the light. The flowers bloom, the music's near. We're surrounded by love, everyone dear. Family and friends all gathered close to witness the vows we've chosen to propose. It's a beautiful day, our hearts intertwine. A moment so perfect, with you it's divine. In this world nothing feels more right. Today I celebrate our love in the light. Every dream we've had, every wish now real, is surrounded by love. With this love we feel, with you my heart is fully bound. In this love my joy is profoundly found. It's a beautiful day, our hearts intertwine. A moment so perfect, with you it's divine. In this world nothing feels more right. പിതാവായ ദൈവത്തിൻ്റെയും ഈശോ മിശിഹായുടെയും അനുഗ്രഹത്താൽ ഇന്നത്തെ ചടങ്ങുകളെല്ലാം മംഗളമായി നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. മാർത്തോമെൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹായുള്ള ഉന്മേയെഴുന്നള്ള വേണം. കാരണമായവരെല്ലാരും ചൂടിയിട്ട് നന്മ വരുത്തി തരണം. ആരാധനായനുമൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭൂമിയിലാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തി മാത്രവും പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ സ്വന്തം വംശത്തിൽ നിന്നും ഭാര്യ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രഹാത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസിയെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച കർത്താവെ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ച് നിൽക്കുന്ന ഈ ദാസിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിനനുസൃതം വിശ്വസ്താപൂർവ്വം ജീവിക്കുവാൻ ഈ ദാസിക്ക് കൃപ നൽകണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്യുകയും വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുടുംബങ്ങളും
പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സറായെയും സംരക്ഷിച്ച കർത്താവേ, നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കും വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന്റെ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, നിനക്കൊരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണിലിൻ്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. So much beauty to discover, I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. Every breath I have is worth it. 1,000 songs are not enough. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. Yes, I'm falling in love with you. For the stars at night, every sunset sky, for it all, oh God, I say I love you. For the world you made, every brand new day, for it all, oh God, I say I love you. For the cross you bore, every nail and thorn, for it all, oh God, I say I love you. All I have inside, heart, soul and mind, for it all, oh God, I say I love you. For it all, oh God, I say I love you. For it all, oh God. The more I praise you, the more I want to.
I lay my life down. God, I am yours now. I'm falling in love with you. പിതാവായ ദൈവത്തിന്റെയും വിശുദ്ധ പിതാവിന്റെയും സഹായം ശാസിച്ച് എല്ലാം മംഗളമായി നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടങ്ങാം. തുടങ്ങുന്നു നന്നായി വരണമെന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നള്ളുകവേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായും മറ്റൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വിടരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പൂർവ്വപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസനെ കൃപാപൂർവം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനത്തിനനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും. കൊളോസോസിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ജീവിതത്തിനും നിയമങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനയിലുമുള്ള വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആൽവിനെയും ആഷ്ലിയെയും സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന 2 കുടുംബങ്ങളും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Sitting in the corner, just watching me leave. You used to be the best thing that ever happened to me. But now I'm gone, 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 so out of your reach. Now I'm just the best thing that you'll never see.
So baby, pack your bags, pack your things. You're just an example of things to never bring back to mama, back to papa, back home. And baby, I just gotta say one thing, that I tried to be perfect, and then I opened my eyes and found you're really not worth it. So now it's back to the basics of learning to love again. I remember the first time that you looked my way. Those 3 empty words, oh, we said them each day. And now I'm supposed to say that you were the one that got away. But that's not true. That's not true. Moving on, something new. What some people call memories, I call wasted time with you. All the bad times, it's a good time to just walk away from you. So just know that I tried to be perfect, and then I opened my eyes and found you're really not worth it. So now it's back to the basics of learning to love again. Oh, and I'd admit if I was wrong. But baby, this ain't a love song. Oh, and I'd admit if I was wrong. But baby, this ain't your love song, no. മനസ്സമ്മത ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മനസ്സമ്മതം നൽകുന്ന ആൽവിനെയും ആഷ്ലിയെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വിവാഹം നടക്കുവാനും നല്ലൊരു കുടുംബജീവിതവർക്കുണ്ടാകുവാനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മയുടെ ഒരു ജീവിതം ഉണ്ടാകാൻ വലിയ തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വലിയ സ്നേഹത്തിലും ഐക്യത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകി ആ ദൈവ സാന്നിധ്യം നിറഞ്ഞ് ഒരു ജീവിതം ഇവർക്കുണ്ടാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ദേവാലയത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട ലെല്ലുവേദാരത്തച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ തുരുത്തിക്കാട് വികാരിയാണ്. അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേയുന്നായ മിശിഹ തിരുവുള്ള ഉണ്മയെഴുന്നൽക വേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായേനും അൻപൻ മശിഹായും കൂടെ തുണയ്ക്ക ഇവർക്ക്
ഭാഗ്യമുദ്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തന്റെ മുഖത്താൽ ആകാശഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി ഇവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മഴവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കരുണയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്തതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തതെന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്തലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും രാജത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. അഹായി ബാറക്കുമോ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങൾ നീക്കി ചുരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ ഞങ്ങളെ എണ്ണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇപ്പോൾ കർത്താവേ, പൂർവ്വപിതാക്കന്മാരുടെ മകനീയ ദാമ്പത്യ മാതൃകയാൽ നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. ഇവർ സ്വതന്ത്ര മനസ്സോടെ നിന്റെ തിരുസന്നിധിയിൽ പരസ്പരം സമ്മതം നൽകുവാൻ കൃപയാകണമേ. പരിശുദ്ധ ത്രോണോസും സ്ലീബായും വിശുദ്ധ ഏവങ്കേലിയോയും ഈ വിശ്വാസിഗണവും ഈ നിശ്ചയത്തിന് സാക്ഷിയായി നിന്ന് ഇവരുടെ സ്വതന്ത്ര മനസ്സിനെ ബലപ്പെടുത്തണമേ. ഇവർ എന്നെന്നും പൂർണ്ണ മനസ്സോടെ ദമ്പതിമാരായി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാവങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു.
അതിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാകണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. എന്റെ തിരുമുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് ധരിച്ചരണമേ. മഹത്തുള്ള എന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് തരികയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു, ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടദാശകനോട് നന്മ ചെയ്യണമേ, ഉസ്ലേമിന്റെ മതിലുകൾ പണിയണമേ. ബലികളിൽ ഹോമ ബലികളിൽ നീ ഇഷ്ടപ്പെടും, അപ്പോൾ നിന്റെ ബലിപീഠത്തിന് മേൽ ആളുകൾ ബലിയായി കയറും. ദൈവമേ, സ്നേഹിക്കുമാകുന്നു പാറയ്ക്കുമോ. ശുഭഹോല ബോലബുറോവൽ റൂഹോ കാദീശോ തിരുസഭയെ മധുവായി വരിച്ചൊരു നാഥ, തിരുഹിതമായി ഈ ദാസരെ വാഴ്ത്തുക ദേവാ, ദയ ചെയ്തിടണമേ. ഈ ദാസർ മനസാ സമ്മതമേകാൻ മാനവനായ മിശിഹാരാജാവേ ദേവാ, ദയ ചെയ്തിടണമേ. മനുജർക്കായി കുടുംബമൊരുക്കുന്നോനേ, സ്വർഗേ നിന്നും ഇവരെ വാഴ്ത്തുക ദേവാ, ദയ ചെയ്തിടണമേ. ബാറയ്ക്കുമോ മനവോലം ബാദാമിലവോലം ഉൽമീനാമീൻ. കർത്താവേ, ഈ നിൻ പ്രിയരാം ദാസ തിരുമുൻപാകെ മനസമ്മതമേകാൻ ദേവാ, ദയ ചെയ്തിടണമേ. കർത്താവിൽ പ്രിയ മകനായ ആൽവിൻ ഈ നൽകുന്ന ആഷ്ലിയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികളെ കേട്ടല്ലോ. കർത്താവിൽ പ്രിയ മകളായ ആഷ്ലി ഈ നൽകുന്ന ആൽവിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ. വിശുദ്ധ സഭയെ വിവാഹം നിശ്ചയം ചെയ്ത് തനിക്ക് വധുവാക്കി തീർത്ത സാക്ഷാൽ സത്യമാണവാളനായ മിശിഹാ തമ്പുരാനെ അനശ്വരമായ അനുഗ്രഹവും നിത്യമായ സഹായവും ഭക്തിപരിതമായ പൂർണ്ണതയും നിന്നോട് യാചിക്കുന്ന കർത്താവേ, മനുഷ്യ സ്നേഹത്തോടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും ഇവർ സന്തോഷിക്കുകയും ചെയ്തക്കവണ്ണം സൗഭാഗ്യകാലങ്ങൾ ഇവർക്ക് നൽകണമേ. അദൃശ്യമായ നിന്റെ വലത് ഇവരിൽ ആശ്രയിപ്പിച്ച് നിന്റെ സ്ലീപായാലും ഇവരെ കാത്തുകൊള്ളുകയും ആയുഷ്കാലം മുഴുവൻ ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിബിയന്മാരുടെ സമരങ്ങളിൽ അവരോട് കൂടെയും സ്ലീഹന്മാരുടെ കാലങ്ങളിൽ അവരോട് കൂടെയും ഇരുന്നിട്ടുള്ള കർത്താവിന്റെ ബലമുള്ളതും വിജയസമ്പൂർണമായ വലത് കൈ സമൂഹത്തിലും വിവാഹ സമ്മതം നൽകിയവരിലും അതിഥികളിലും ആതിഥേയരിലും ഈ സാക്ഷികളുടെയും മേൽ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരുടെ മേൽ വന്ന് ആവസിക്കുമാറാകണമേ. ജഗത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്വേൽക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവെ, ബലഹീനരും കുറ്റമുള്ളവരുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. ആമേൻ.
Do you remember back on the first night, shoulder to shoulder, playing the piano in my room? Oh, I do. We started drinking and I told your best friend that I had a feeling one day I was gonna marry you. I already knew. Now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so far, and after all this time I finally get to call you my wife. Two words keep playing in my head. Lucky me, I get to marry my best friend. Holding back tears now, it's so clear now. Everything I ever did led me to you. To this moment in this room, you are the rhyme and you are my reason. I can't believe I get to love you like I do. Yeah, it's forever me and you. And now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so far, and after all this time I finally get to call you my wife. Two words keep playing in my head. Lucky me, I get to marry my best friend. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വളരെ സന്തോഷത്തോടുകൂടി ആൽവിനെയും ആഷ്ലിയെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. Rock it.
ആദ്യമായി വധുവായ ആഷ്ലിയുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്കായി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ സ്റ്റേജിൽ. ആഷ്ലിയുടെ പിതാവ് ചിങ്ങിവനം കിഴക്കേത്തൊണ്ടിയിൽ ശ്രീ ഏബ്രഹാം കെ കുര്യൻ, മാതാവ് ശ്രീമതി ബിൻസി ഏബ്രഹാം. ഇവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അലനും എബിനും ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ആൽവിൻ്റെ പിതാവ് ശ്രീ ഷാജി ഉതുപ്പാൻ ചക്കാലയ്ക്കൽ, മാതാവ് ശ്രീമതി സോണിയ ഷാജി. ഇവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അശ്വിൻ ഷാജി, അശ്വിൻ്റെ വൈഫ് ചിന്നു, അവരുടെ മക്കളായ ആദം ആൻഡ് ഈവ്, ഇവരെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നെയും ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നെക്സ്റ്റ് കാൻഡിഡേറ്റ് ആണ്. ഒരു നല്ല കൈയോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം.
ക്രണയക്കാരുടെ വിരുന്ന് സൽക്കാരങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വധുവിൻ്റെയും വരൻ്റെയും അമ്മാച്ചന്മാർ പരസ്പരം കോഴ്ത്തൊട കൈമാറുന്ന ചടങ്ങാണ്. കോഴ്ത്തൊട കൈമാറുന്ന ചടങ്ങിന് വേണ്ടി വധുവിൻ്റെയും വരൻ്റെയും അമ്മാച്ചന്മാരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒത്തുചേരിച്ചവർ കപ്പൽ കയറി നാടു നോക്കി പുറപ്പെട്ടാറേ ഈരോ നാലു വെടിയും വെച്ചു ഗോപുരം കീറുന്നപ്പോൾ പള്ളിത്തണ്ടിന്മേൽ കൊടിയും കുത്തി തട്ടിനോമിതേ ആരാജവർണ്ണൻ വന്നിറങ്ങി കൊടുക്കൊള്ളൂരോ വന്നിറങ്ങി കൊടുങ്ങല്ലൂരേ നട 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 നടയോ 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 നട നടയോ നട നടയോ നട 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 നടയോ നട നടയോ നട നടയോ നട 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 നടയോ കനകപ്പോതിഞ്ഞോരു പള്ളിത്തണ്ട് ഇരുന്നു കൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ ആൽവിൻ്റെയും ആഷ്ലിയുടെയും വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ നമുക്ക് മനോഹരമായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ മക്കൾ കൊണ്ടിട്ട് പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് സ്ത്രീയെ നൽകിക്കൊണ്ട് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രിയ മക്കൾ ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതത്തെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ആൽവിനും ആഷ്ലിക്കും അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിനെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ചടങ്ങ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുവാനുള്ള വലിയ കൃപയായിട്ട് ഇതിനെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഇതിൻ്റെ മാധ്യസ്ഥം ഞങ്ങളെ തേടുന്നു. കാനായിലെ കല്യാണ ഭവനത്തിലെ എല്ലാ കുറവുകളെയും കണ്ടെത്തി നികത്തുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്നു, കുടുംബജീവിതത്തിലുണ്ടാകുന്ന കുറവുകളെയും പോരായ്മകളെയും ഒക്കെ പരിഹരിക്കുവാൻ നിൻ്റെ മാധ്യസ്ഥം തേടുന്നു. നിൻ്റെ തിരുക്കുമാരനോട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, സകല വിശുദ്ധകളുമേ, നിങ്ങളുടെ മാധ്യസ്ഥം ഉണ്ടാകണമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
அது துணைப்பதி 20 விரல் ஓஹோ ആഷ്ലിയുടെ ഗ്രാനായ തനിമ പുലർത്തുന്ന മൈലാഞ്ചി ഇടയിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. അതിനു മുൻപായി ഒത്തുകല്യാണത്തിൻ്റെ സമാപന ചടങ്ങായ വഴിപ്പുകല കൈമാറുന്ന ചടങ്ങ് നടത്തപ്പെടുന്നതാണെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഒത്തുകല്യാണത്തിൻ്റെ സമാപന ചടങ്ങായ വഴിപ്പുകല കൈമാറുന്ന ചടങ്ങ് വേദിയിൽ നടത്തപ്പെടുകയാണ്. വഴിപ്പുകല സ്വീകരിക്കുന്നതിന് വേണ്ടി വരനായ അൽവിൻ്റെ അമ്മാച്ചന്മാർ വേദിയിലേക്ക് കടന്നു വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഷ്ലിയുടെ പിതാവ് ശ്രീ ഏബ്രഹാം കെ കുര്യൻ കിഴക്കേത്തൊണ്ടിയിൽ, മാതാവ് ശ്രീമതി ബിൻസി ഏബ്രഹാം, ഇവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആൽവിൻ്റെ പേരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൽവിൻ്റെ പിതാവ് ശ്രീ ഷാജി ഉതുപ്പാൻ ചക്കാരയ്ക്കൽ, മാതാവ് ശ്രീമതി സോണിയ ഷാജി, ഇവരെ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങുകളെല്ലാം നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേട്ടില്ല കേട്ടില്ല കേട്ടു. ആദിമ മനുഷ്യരായ ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലേക്ക് ദൈവം നിയമിച്ചാക്കിയതിൻ്റെ പ്രതിരൂപമായാണ് വേദിയിൽ നിലവണ്ണ വരയ്ക്കുന്നത്. ഇതിലൂടെ പെണ്ണിനെ പർദീസായി ഇരുത്തുന്നതായി പ്രതിദാനം ചെയ്യുന്നു. അടുത്തതായി പെണ്ണിനെ ഇരുത്തുന്നതിനുള്ള പീഠം അഥവാ
കുരണ്ടി വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി പിങ്കി ആൻഡ് ജോസ്മി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പെണ്ണിനെ ഇരുത്തുന്നതിനുള്ള പീഠം അഥവാ കുരണ്ടി വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി പിങ്കി ആൻഡ് ജോസ്മി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ പരിശുദ്ധിയുടെ പ്രതീകമായി വെള്ളവസ്ത്രം വരിക്കുന്നതിനായി ജോസ്മി ആൻഡ് അലീഷ്യ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈലാച്ചി അരച്ചത് വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി അരീഫയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കത്തിച്ച കോൽവിളക്ക് വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി അലീഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് വധുവായ ആഷ്ലിക്ക് ആലാഹ നായൻ്റെയും അൻപൻ മിഷിഹായുടെയും പ്രാർത്ഥന അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് പ്രണയക്കാരുടെ പ്രാർത്ഥനാ ഗാനമായ അഥവാ പ്രാരംഭഗാനമായ മർത്തോമൻ നന്മേൽ എന്ന ഗാനം ആലപിക്കുകയാണ്. ഈ ഗാനം പ്രാർത്ഥനാ ഗാനമായതുകൊണ്ട് ബഹുമാന സൂചകമായി എല്ലാവരും എഴുന്നേറ്റ് ഭക്തി പുരസ്കാരം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഗാനം പ്രാർത്ഥനാ ഗാനമായതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഭക്തി പുരസ്കാരം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
വരുത്തി തരണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമായ കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവന് ഇണയും തുണയുമായി സ്ത്രീയെ നൽകിയല്ലോ. വിവാഹത്തിനൊരുങ്ങുന്ന ഈ നിന്റെ ദാസിയെ പാപക്കറകൾ കഴുകി വിശദീകരിക്കുകയും ആന്തരിക സൗന്ദര്യത്തിലുള്ള കൃപ ഇവൾക്ക് നൽകുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ മൈലാഞ്ചി അണിയിക്കുന്ന പെണ്ണിനെ വീട്ടിലേക്ക് ആനയിച്ചിരുത്തുന്നു. മൈലാഞ്ചി അണിയിക്കുന്ന പെണ്ണിനെ വീട്ടിലേക്ക് ആനയിച്ചിരുത്തുകയാണ്. അടുത്ത ചടങ്ങ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളുടെ ആഷ്ലിയെ മൈലാഞ്ചി അണിയിച്ച് സുന്ദരിയാക്കി മണവാട്ടിയാക്കി മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ആഷ്ലി ഓൾറെഡി സുന്ദരിയാണ് അല്ലേ ആൽബിനെ? ആഷ്ലി ഓൾറെഡി സുന്ദരി അല്ലേ? ഓക്കെ. എങ്കിലും ഗ്രാനായക്കാരുടെ വിശ്വാസപ്രകാരം മൈലാഞ്ചി അണിയിച്ച പെണ്ണിൻ്റെ കൈകൾ കഴുകി ശുദ്ധമാക്കി അതിനുശേഷമാണ് പെണ്ണിനെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നത്. പെണ്ണിനെ മണവാട്ടിയാക്കി മാറ്റുന്ന ചടങ്ങാണ് മൈലാഞ്ചിയുടെ ചടങ്ങ്. ഇപ്പോൾ പെണ്ണിനെ മൈലാഞ്ചി അണിയിക്കുന്ന അവകാശികളായ സിസി ആൻറ്റിയെ, പിങ്കി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാടുന്ന പാട്ടിൻ്റെ ഈരടികൾക്കനുസരിച്ച് പെണ്ണിൻ്റെ കൈകളിലും കാലുകളിലും മൈലാഞ്ചി അണിയിക്കണമെന്ന് അവകാശികളെ അറിയിക്കുന്നു.
അടുത്തതായി പെണ്ണിനെ ഇരുത്തുന്നതിനുള്ള പീഠം വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി ജോസ്മി ആൻഡ് ജസ്മി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പെണ്ണിനെ ഇരുത്തുന്നതിനുള്ള പീഠം വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി ജോസ്മി ആൻഡ് ജസ്മി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ
പരിശുദ്ധയുടെ പ്രതീകമായി വെള്ളവസ്ത്രം ധരിക്കുന്നതിനായി പിങ്കി ആൻഡ് ജെസ്സി ആൻറ്റി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ പരിശുദ്ധയുടെ പ്രതീകമായി വെള്ളവസ്ത്രം ധരിക്കുന്നതിനായി പിങ്കി ആൻഡ് ജെസ്സി ആൻറ്റി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം വെള്ളം നിറച്ച കിണ്ടി, കോളാമ്പി എന്നിവ വേദിയിൽ സ്വീകരിക്കുന്നതിനായി ജോസ്മി ആൻഡ് അലീഷ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കത്തിച്ച കോലിവിളക്ക് വേദിയിൽ സ്വീകരിക്കുന്നതിനായി അരീഫയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇച്ചപ്പാട് വേദിയിൽ സ്വീകരിക്കുന്നതിനായി അലീഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇച്ചപ്പാട് വേദിയിൽ സ്വീകരിക്കുന്നതിനായി അലീഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പണ്ടുകാലങ്ങളിലെ ഇഷ്ടഭോജനം എന്നറിയപ്പെടുന്ന വെൺപാച്ചോറും ചക്കരയും ചേർന്ന മിശ്രിതമാണ് ഇച്ചപ്പാട് അഥവാ ഇഷ്ടപ്പാട് എന്ന് വിളിക്കപ്പെടുന്നത്. മണവാട്ടിയുടെ മുൻപോട്ടുള്ള ജീവിതം മണവാട്ടിയുടെ ഇച്ഛ പോലെ മധുരിതമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട് നൽകുന്നതിലൂടെ അനുഷ്ഠിക്കുന്നത്. ആദ്യമായി മണവാട്ടിക്ക് ഇച്ചപ്പാട് നൽകാൻ കടന്നു വരുന്ന അവകാശികളുടെ പേരുകൾ ഒന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. ആദ്യമായി മണവാട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള അവകാശി അപ്പാപ്പനായ ശ്രീ പുന്നൂസ് ആൻഡ് അലീഷ്യ, അതിനുശേഷം ശ്രീ ആൻസൺ ആൻഡ് സിസി ആൻറ്റി, അതിനുശേഷം ശ്രീ ആൽവിൻ ആൻഡ് അരീഫ, അതിനുശേഷം ശ്രീ ബിബി ആൻഡ് പിങ്കി,
അതിനുശേഷം അലൻ ആൻഡ് എബിൻ ഇവർ മുൻപോട്ട് കടന്നു വന്ന് മണവാട്ടിക്ക് ഇച്ചപ്പാട് നൽകണം എന്നറിയിക്കുന്നു. ആദ്യമായി മണവാട്ടിയുടെ പിതാവിൻ്റെ സാന്ദ്രാവകാശി അപ്പാപ്പനായ ശ്രീ പുന്നോസ് അലീഷ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇച്ചപ്പാടും പാച്ചോറും കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്നേ അവകാശി ചോദിച്ചത് കേട്ടില്ലെന്നേ. ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലെന്നേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടില്ലെന്നേ. കിഴക്കാത്തടി കുഞ്ഞിൻ്റെയും വിൻസി അബ്രാഹിമിൻ്റെയും മോൾക്ക് ഇച്ചപ്പാട് പാച്ചോറും കൊടുക്കട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോന്നേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടല്ലോന്നേ. മലകര കുടിയേറും അതിനാലെ തൊമ്മത്തിനെ കണ്ടു പരിശധികമ പൊന്നും പവിഴം മുത്തും വെച്ചു രാജ്യം കൊണ്ടാറേ മെയ്യെ വന്നു പൊഴുതു തീർന്നു ഭാര്യ കണ്ടാറേ മോളെ വസിച്ചിടും പുന്നത്തുറയിൽ. കുടുന്നു ഞങ്ങളിന്ന് അൻപു ചെയ്യണം കുറ്റം പോറുത്തടിയാതെ രക്ഷ ചെയ്യണം മെയ്യെ കുറ്റം പോറുത്തടിയാതെ രക്ഷ ചെയ്യണം. ആചാരങ്ങൾ അനദാനങ്ങൾ സൂക്ഷിക്കും ദൂരാചാര പ്രവണതകൾ ദൂരെ തട്ടിയകറ്റിയിടും 45 കൊടുങ്ങല്ലൂരിൽ കുടിയേറി ഇന്നു ലോകത്തെമ്പാടും നാണയക്കാരൻ നേടി ഓരുമോ നാമെല്ലാം തനിമേലും മാറിച്ചീണം ഓരുമോ നാമെല്ലാം തനിമേലും മാറിച്ചീണം. കനിയുണ്ട് കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ അങ്ങിനോടെ പാവാടന്റെ മനോഗുണ മസിനാലെ ഇമ്പമോടെ വസിച്ചിടും ഉന്നതുറകിൽ നീയെ ഇമ്പമോടെ വസിച്ചിടും ഉന്നതുറകിൽ. മൈലാഞ്ചി അണിയിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതോടുകൂടി മൈലാഞ്ചി ഇടിയിൽ ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ്. മൈലാഞ്ചി അണിയിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതോടുകൂടി മൈലാഞ്ചി ഇടിയിൽ ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. മൈലാഞ്ചി അണിയിച്ച മണവാട്ടിക്ക് ചിങ്ങവനം കൈതാരം ഓർക്കസ്ട്രയുടെ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥന അനുഗ്രഹങ്ങളും നേരുന്നു. അതോടൊപ്പം അടുത്തതായി നെക്സ്റ്റ് പെർഫോമൻസ് ബൈ DJ DK. I would like to welcome everyone onto the dance floor.
മാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ.